Polyploidy breeding. Polyploidy is the condition in which an adult organism has more than two basic genomes or more than two monoploid set of chromosomes. Polyploidy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ ടു ബേസിക് ക്രോമസോമിനോട് കൂടെ ഒരു ബേസിക് സെറ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് പോളിപ്ലോയിഡ്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ബേസിക് ക്രോമസോം നമ്പർ, അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബേസിക് ക്രോമസോം നമ്പർ 23 ആണ്. നമ്മളുടെ ടു സെറ്റ്സ് ഓഫ് ബേസിക് ക്രോമസോം നമ്പർ അതിനെയാണ് 2n എന്ന് പറയാം. നമ്മളുടെ n ആണ് 23, നമ്മളുടെ 2n അതായത് ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ അല്ലെങ്കിൽ നമ്മളുടെ രണ്ട് ബേസിക് ക്രോമസോം നമ്പർ അത് 46 ആണ്. n 23, 2n 46. ഇനി ഈ 2n കൂടെ ഒരു ബേസിക് ക്രോമസോം സെറ്റ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും നമ്മളുടെ പ്ലോയിഡി വരിക? 3n ആയിട്ട് മാറും. n ആണ് 23, 2n 46 ആണ്. സോ ഒരു സെറ്റ് ഓഫ് ബേസിക് ക്രോമസോം നമ്പർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3n ആയിട്ട് മാറും. 3n ഈസ് ഈക്വൽ ടു 69 വരും അല്ലേ? സോ നമ്മളുടെ ബേസിക് ക്രോമസോം നമ്പർ 23, ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 46, ട്രിപ്ലോയിഡ് ക്രോമസോം നമ്പർ 69. സോ ട്രിപ്ലോയിഡിയിൽ നമ്മളുടെ ടു ബേസിക് ക്രോമസോം നമ്പർ ആയിട്ടുള്ള 2n കൂടെ ഒരു n അല്ലെങ്കിൽ ഒരു സെറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ കണ്ടീഷനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയാം. അപ്പം ഒരു സെറ്റാണ് ഡിപ്ലോയിഡിനോട് കൂടെ ആഡ് ചെയ്തതെങ്കിൽ അതിനെ ട്രിപ്ലോയിഡി എന്ന് പറയും. രണ്ട് സെറ്റ് ആഡ് ചെയ്താൽ ടെട്രാപ്ലോയിഡി എന്ന് പറയും. 3 സെറ്റ് ആഡ് ചെയ്താൽ പെൻറ്റാപ്ലോയിഡി എന്ന് പറയും. 4 സെറ്റ് ആഡ് ചെയ്താൽ ഹെക്സാപ്ലോയിഡി എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പോളിപ്ലോയിഡ്സ് ആർ കോമൺ among plants and rare among animals. Nearly 30 to 35% of angiosperm species are polyploids. Among Poaceae, 70% of wild species are reported to be polyploids. പ്ലാന്റ്സിൻ്റെ കേസിൽ പോളിപ്ലോയിഡി വളരെ കോമൺ ആണ്. കാരണം പ്ലാന്റ്സിൽ പ്ലോയിഡി കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഈൽഡ് അതുപോലെ ഒരുപാട് ബെനിഫിഷ്യൽ ക്യാരക്ടേഴ്സ് കൂടെ അതിനോട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൽ പ്ലോയിഡി ഇൻക്രീസ് ചെയ്യുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ, ഈൽഡ് കൂട്ടാനൊക്കെ ബെനിഫിഷ്യലാണ്. സോ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് വഴിയും വേറെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയൊക്കെ പ്ലോയിഡി ചേഞ്ചസ് വരുത്താറുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലിയും പോളിപ്ലോയിഡ്സ് ഫോം ചെയ്യാറുണ്ട് നാച്ചുറൽ ഹൈബ്രിഡൈസേഷനിലൂടെ. പക്ഷേ ആനിമൽസിൻ്റെ കേസിൽ വളരെ റെയർ ആണ് പോളിപ്ലോയിഡ്സ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഒക്കെ അറിയാം നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞത് ഒരു ക്രോമസോം 23 പെയർസ് ഓഫ് ക്രോമസോമിൽ ഒരു ക്രോമസോം കുറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം ബാധിച്ച ആൾക്കാരെ അങ്ങനെ കാണുന്നത്. ഒരു ക്രോമസോം മിസ്സായി കഴിഞ്ഞാൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ ആ ഒരു ഓർഗാനിസം അതിൻ്റേതായിട്ടുള്ള ഡിഫക്ട്സ് കാണിക്കും. അപ്പോൾ ഒരു ക്രോമസോം കുറഞ്ഞതിൻ്റെ പേരിലാണ് ആ ഡിഫക്റ്റ് എങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്രോമസോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? സോ അതിൻ്റെ ഡിലിറ്റീരിയസ് എഫക്റ്റ് കൊണ്ടാണ് ആനിമൽസിൽ പോളിപ്ലോയിഡ്സ് കാണാത്തത്. അങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനിമലിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോളിപ്ലോയിഡ്സ് ആനിമൽസിൽ റെയർ ആയിട്ടുള്ളത്. And it is the basis for evolution of many economically important cultivars. പോളിപ്ലോയിഡി എക്കണോമിക്കൽ ആണ് കൾട്ടിവാസിൻ്റെ കേസിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ വൈൽഡ് സ്പീഷീസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന വീറ്റ് ട്രിറ്റിക്കം മോണോകോക്കം എന്ന് പറഞ്ഞൊരു വീറ്റാണ്. അത് ഡിപ്ലോയിഡ് വീറ്റാണ്. അതിൻ്റെ ഈൽഡ് വളരെ കുറവായിരുന്നു. ദെൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ട്രിറ്റിക്കം മോണോകോക്കം നാച്ചുറൽ ഹൈബ്രിഡൈസേഷൻ വഴി ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ട്രിറ്റിക്കം ഈസ്റ്റീവ് ആണ്. അതിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് ഹെക്സാപ്ലോയിഡാണ്. സോ ഹെക്സാപ്ലോയിഡ് ട്രിറ്റിക്കം ഈസ്റ്റീവത്തിൻ്റെ ഈൽഡ് കമ്പയർഡ് ടു ട്രിറ്റിക്കം മോണോകോക്കം വളരെ ഹൈ ആണ്. സോ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കൾട്ടിവാസിന്റെ എവല്യൂഷന് പോളിപ്ലോയിഡി എന്തായിട്ടുണ്ട്, വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ദെൻ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിപ്ലോയിഡ്സ് ഉള്ളത്, ഓട്ടോ പോളിപ്ലോയിഡിയും അല്ലോ പോളിപ്ലോയിഡിയും. ഓട്ടോ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ക്രോമസോം ഓഫ് എ സിംഗിൾ സ്പീഷീസ്. ഒരു ഓർഗാനിസത്തിന്റെ ക്രോമസോം അതേ ഓർഗാനിസത്തിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഓട്ടോ പോളിപ്ലോയിഡ് എന്ന് പറയാം. ഓട്ടോമാറ്റിക്കലി ഒരു ഓർഗാനിസത്തിൽ അതിന്റെ ക്രോമസോംസ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് ഓട്ടോ പോളിപ്ലോയിഡ് എന്ന് പറയാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന്റെ n ഈസ് ഈക്വൽ ടു 2 ആണ്. കണ്ടോ, ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്ത് ഇതാണ് ഇതിന്റെ n ഈസ് ഈക്വൽ ടു 2. ഇത് 2n, അതായത് ഒരു ഡിപ്ലോയിഡ് പാരന്റ് ആണ്. സോ 2n ഈസ് ഈക്വൽ ടു 4. ഈ ഓർഗാനിസത്തിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ രണ്ടും ഇത് ഇതിന്റെ മെയിൽ പാരന്റ് എന്ന് വന്നതും ഈ താഴെയുള്ള രണ്ടെണ്ണം ഇതിന്റെ ഫീമെയിൽ പാരന്റ് എന്ന് വന്നതുമാണ്. ആൻഡ് ഇതൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. സോ ഇതിന്റെ 2n ഈസ് ഈക്വൽ ടു 4. ഇതിൽ 4 ക്രോമസോംസ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഈ 2nന്റെ 4 ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എത്ര എണ്ണമായിട്ട് മാറുന്നുണ്ട്, സെക്കൻഡ് സെറ്റിൽ 8 എണ്ണമായിട്ട് മാറുന്നുണ്ട് അല്ലേ. സോ 2n ഈസ് ഈക്വൽ ടു 4 ആണ്. സോ ഇതിലെ ഓരോ ക്രോമസോംസും മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് ഇവിടെ n എന്ന് പറഞ്ഞത് 2 ആണ്, 2n ആണ് 4. അപ്പൊ ഇതിന്റെ 3n വരെ എത്രയാണ്, 6 ആണ്, 4n വരെ 8 ആണ്. സോ ഇതിന്റെ പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ടെട്രാപ്ലോയിഡ് ആണിത്. ഇതിന്റെ ബേസിക് ക്രോമസോം സെറ്റിനോട് കൂടെ, ബേസിക് ക്രോമസോം സെറ്റ് ആയിട്ടുള്ള എന്നിനോട് കൂടെ 3 പ്രാവശ്യം അതിന്റെ ബേസിക് ക്രോമസോംസ് ആഡ് ചെയ്ത് ടോട്ടൽ 4 സെറ്റ് ഇപ്പോൾ ആ ഓർഗാനിസത്തിലുണ്ട്. സോ അതൊരു ടെട്രാപ്ലോയിഡ് ആണ് അല്ലേ, ക്ലിയർ അല്ലേ. സോ ഒരു ഓർഗാനിസത്തിന്റെ ബേസിക് ക്രോമസോംസ് നമ്പർ അതേ ഓർഗാനിസത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ഓട്ടോ പോളിപ്ലോയിഡ്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഓട്ടോ പോളിപ്ലോയിഡ്സിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്രോമസോംസ് ഐഡന്റിക്കൽ കോപ്പി ആയിരിക്കും. അതിൻ്റെ തന്നെ കോപ്പി, അതായത് ആ ഓർഗാനിസത്തിലുള്ള ക്രോമസോംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ദേ ആർ ഐഡന്റിക്കൽ കോപ്പി. ദെൻ ഇങ്ങനെ ഫോം ചെയ്യുന്നത്, നമ്മളിവിടെ എക്സാമ്പിൾ കാണിച്ചത് ടെട്രാപ്ലോയിഡ് ആണ്. ബേസിക് ക്രോമസോം നമ്പർ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് ടെട്രാപ്ലോയിഡ് ഫോം ചെയ്തു. ചില സമയത്ത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. സോ ട്രിപ്ലോയിഡ്സ് ഫോം ചെയ്യാം. ചില സമയത്ത് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് പെൻറ്റാപ്ലോയിഡ്സ്, ചില സമയത്ത് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് ഹെക്സാപ്ലോയിഡ്സ് ഫോം ചെയ്യും. ക്ലിയർ ആണോ? അതായത് ഇതാണ് ഇതിന്റെ 2n. ഇതിൽ ഒരു പ്രാവശ്യം ബേസിക് ക്രോമസോം നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത നമ്മളുടെ നോർമൽ കേസ് ആണ് 2n. അതോടുകൂടെ ഒന്നും കൂടി ആഡ് ചെയ്താൽ അത് ട്രിപ്ലോയിഡ് ആവും, ഒന്നും കൂടെ ആഡ് ചെയ്താൽ ടെട്രാപ്ലോയിഡ് ആവും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത് സെക്കൻഡ് സെറ്റിൽ. ദെൻ ഒന്നും കൂടെ ആഡ് ചെയ്താൽ പെൻറ്റാപ്ലോയിഡ് ആവും, ഒന്നും കൂടെ ആഡ് ചെയ്താൽ ഹെക്സാപ്ലോയിഡ് ആവും. ദെൻ ഓട്ടോ പോളിപ്ലോയിഡ്സിനെ സിമ്പിൾ ഓർ സിംഗിൾ സ്പീഷീസ് പോളിപ്ലോയിഡ്സ് എന്ന് പറയാറുണ്ട്. ഒരു സിമ്പിൾ പോളിപ്ലോയിഡ് അതിന്റെ ക്രോമസോം അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സിംഗിൾ സ്പീഷീസ് പോളിപ്ലോയിഡ്സ് അങ്ങനെ പറയാൻ കാരണം എന്താ, സിംഗിൾ സ്പീഷീസ് പോളിപ്ലോയിഡ് വേറെ ഓർഗാനിസത്തിൽ നിന്നുള്ള ക്രോമസോംസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, അതിന്റെ തന്നെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് സിംഗിൾ സ്പീഷീസ് പോളിപ്ലോയിഡ്സ് എന്ന് പറയുന്നത്. അല്ലോ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്രോമസോം സെറ്റ്സ് ഓഫ് 2 or more സ്പീഷീസ്. വേറൊരു സ്പീഷീസിന്റെ ക്രോമസോം ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൽ വന്നിട്ട് അതിന്റെ ക്രോമസോം ബേസിക് ക്രോമസോം നമ്പറിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് അല്ലോ പോളിപ്ലോയിഡ്സ് എന്ന് പറയാം. അതായത് 2 സ്പീഷീസ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ആ ഒരു പോളിപ്ലോയിഡി ഫോം ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2 സ്പീഷീസ് കൊടുത്തിട്ടുണ്ട്, സ്പീഷീസ് എയും അതുപോലെ തന്നെ സ്പീഷീസ് ബിയും. സ്പീഷീസ് എന്റെ 2n ഈസ് ഈക്വൽ ടു 4 ആണ്. സോ അതിന്റെ n ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. ഇതിലെ 1 അതുപോലെ തന്നെ ഇതിലെ 1, n ഈസ് ഈക്വൽ ടു 2, 2n ഈസ് ഈക്വൽ ടു 4. രണ്ടാമത്തെ സ്പീഷീസിന്റെ 2n ഈസ് ഈക്വൽ ടു 6 ആണ്, അതായത് n ഈസ് ഈക്വൽ ടു 3. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഒന്ന് 2n ഈസ് ഈക്വൽ ടു 4 ആണ്, ഒന്ന് 2n ഈസ് ഈക്വൽ ടു 6 ആണ്. ഈ 2 ഓർഗാനിസത്തിനെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യാണ്. ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഗമീറ്റ്സിൽ
ഫസ്റ്റ് സ്പീഷീസിൽ ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. അതായത് അൺറെഡ്യൂസ്ഡ് ഗമീറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അൺറെഡ്യൂസ്ഡ് ഗമീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗമീറ്റിൽ ഒരു ഹാഫേ ഉണ്ടാവുള്ളൂ. അപ്പോഴേ രണ്ട് ഗമീറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന പ്രോജനിക്ക് പാരന്റിന്റെ അതേ പ്ലോയിഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? പകുതിയെ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് മിയോസിസിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചില്ല. മറിച്ച് എന്ത് ചെയ്തു? ക്രോമസോംസ് അതുപോലെ വന്നു. ഒരു ഇറഗുലാരിറ്റി, അതായത് അൺറെഡ്യൂസ്ഡ് ക്രോമസോം ആണ്, അല്ലെങ്കിൽ അൺറെഡ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഗമീറ്റ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ സെക്കൻഡ് സ്പീഷീസ് എന്ന് വന്നിട്ടുള്ളത് നോർമൽ ഗമീറ്റ് ആണ്. ഒരു സെറ്റ് ഓഫ് ക്രോമസോമേ ഇതിലുള്ളൂ അല്ലെ? അതായത് N എന്ന് പറഞ്ഞിട്ടുള്ള 3 മാത്രമേ ഉള്ളൂ, അല്ലാതെ 2N മൊത്തം വന്നിട്ടില്ല. ഇതൊരു നോർമൽ ഗമീറ്റാ. പക്ഷെ ഇത് ഒരു അബ്നോർമൽ ഗമീറ്റ് ആണ്. അപ്പൊ ഇതില് ഓരോ സെറ്റിനും ഓരോ ക്രോമസോംസ് വീതേ വന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 6 ക്രോമസോംസിൽ 3 മെയിൽ പാരന്റ് എന്നും, അതായത് ഫാദർ എന്നും, 3 മദർ എന്നും വന്നതാ. സോ ഇതിൽ ഒരു നോർമൽ ഗമീറ്റും ആണ് വന്നിട്ടുള്ളത്. സോ ഇത് ഹൈബ്രിഡൈസ് ചെയ്ത് ഫോം ചെയ്ത F1 ടോട്ടൽ എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കും? 7 ക്രോമസോംസ് ഉണ്ടായിരിക്കും അല്ലേ? ഇതിന്ന് ഫോം ചെയ്തിട്ടുള്ള 4ഉം ഇതിലെ 3ഉം. സോ ടോട്ടൽ 7 ക്രോമസോംസ് ആണുള്ളത്. ഇതെന്തായാലും സ്റ്റെറൈൽ ആയിരിക്കും കേട്ടോ, കാരണം ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല? മിയോസിസിൽ കറക്റ്റ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ ഒരു ഫോം ചെയ്ത ഹൈബ്രിഡ്, അതിനെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫോം ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ഈ സെക്കൻഡ് സ്പീഷീസുമായിട്ട് വീണ്ടും ഹൈബ്രിഡൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോജനിത ഇങ്ങനെയാണ്. അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 10 ക്രോമസോംസ് ഉണ്ട് അല്ലെ? 10 ക്രോമസോംസും ക്ലിയർ ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ N = 5 നമുക്ക് പറയാം. 6 ക്രോമസോംസ് നമ്മളെ സ്പീഷീസ് ബി എന്ന് വന്നതും 4 ക്രോമസോംസ് നമ്മളെ സ്പീഷീസ് എ എന്ന് വന്നതുമാണ്. സോ ഇങ്ങനെ ഒരു ഓർഗാനിസം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പോളിപ്ലോയിഡി ആണ്. കാരണം നമ്മൾക്ക് ഉണ്ടായിരുന്ന സ്പീഷീസുകൾ ഒന്ന് 2N = 4ഉം ഒന്ന് 2N = 6ഉം ഉള്ളതായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ ഹൈബ്രിഡ് 2N = 10 ആണ്. സോ ഇതൊരു പോളിപ്ലോയിഡാ. പക്ഷെ ഇതിലെ ക്രോമസോംസ് ഒരു സ്പീഷീസിലെ അല്ല, 2 സ്പീഷീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പോളിപ്ലോയിഡി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് പറഞ്ഞത്, കോമ്പിനേഷൻ ഓഫ് ക്രോമസോം സെറ്റ്സ് ഓഫ് 2 or more സ്പീഷീസ് ഇൻവോൾവ് ചെയ്യും അലോ പോളിപ്ലോയിഡിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ ഫോം ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ജീനോംസ് 2 or 3 or more ഡിഫറെന്റ് സ്പീഷീസിന്റെ ജീനോംസ് ആയിരിക്കും. ദെൻ അലോ പോളിപ്ലോയിഡ്സിന് ഹൈബ്രിഡ് പോളിപ്ലോയിഡ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു ഹൈബ്രിഡൈസേഷൻ പോലെയാണ് ഇത് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൈ സ്പീഷീസ് പോളിപ്ലോയിഡ്സ് എന്ന് പറയുന്നുണ്ട്. 2 സ്പീഷീസ് എങ്കിലും മിനിമം ഇൻവോൾവ് ചെയ്യും. ഓർ മൾട്ടി സ്പീഷീസ്, 2 or 2ൽ കൂടുതലോ സ്പീഷീസ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു അല്ലോ പോളിപ്ലോയിഡ് ഫോം ചെയ്യുക. സോ അതിനെ മൾട്ടി സ്പീഷീസ് പോളിപ്ലോയിഡ്സ് എന്നും പറയുന്നുണ്ട്. അല്ലോ പോളിപ്ലോയിഡ്സ് സാധാരണ ഇന്റർ സ്പെസിഫിക് ക്രോസസിലൂടെയാണ് അച്ചീവ് ചെയ്യാറുള്ളത്. അതായത് 2 ഡിഫറെന്റ് സ്പീഷീസിന് ഹൈബ്രിഡൈസ് ചെയ്യുന്ന സമയത്താണ് അല്ലോ പോളിപ്ലോയിഡ്സ് ഫോം ചെയ്യാറ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന പോളിപ്ലോയിഡ്സ് സ്റ്റെറൈലായിരിക്കും. ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾച്ചിസിൻ ട്രീറ്റ്മെന്റ് വഴിയൊക്കെ ക്രോമസോം ഡബ്ലിംഗ് ചെയ്യാറാണ് പതിവ്. അല്ലോ പോളിപ്ലോയിഡ് ഹാസ് ഗ്രേറ്റ് റോൾ ഇൻ ക്രോപ്പ് ഇവല്യൂഷൻ. It is found about 50% of crops. അപ്പോൾ നാച്ചുറൽ ഹൈബ്രിഡൈസേഷൻ വഴി ഒരുപാട് പ്ലാന്റ്സിൽ അല്ലോ പോളിപ്ലോയിഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്രോപ്പിന്റെ എവല്യൂഷന് അല്ലോ പോളിപ്ലോയിഡ്സിന് ഒരു റോൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇപ്പോൾ ട്രിറ്റിക്കം മോണോകോക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോയിഡ് സ്പീഷീസ് നാച്ചുറൽ ഹൈബ്രിഡൈസേഷൻ വഴി ഹെക്സാപ്ലോയിഡ് വീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അത് ഒരു ക്രോപ്പിന്റെ എവല്യൂഷനാണ്. അപ്പോൾ ഏകദേശം 50%ഓളം ക്രോപ്സിൽ അല്ലോ പോളിപ്ലോയിഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. An allo polyploid which arises by combining the genome of 2 diploid species called allo tetraploids. 2 ഡിപ്ലോയിഡ് സ്പീഷീസ് ഹൈബ്രിഡൈസേഷൻ വഴിയാണ് ഒരു അല്ലോ പോളിപ്ലോയിഡ് ഫോം ചെയ്തതെങ്കിൽ അതൊരു അല്ലോ ടെട്രാപ്ലോയിഡ് ആയിരിക്കും. 2 ഡിപ്ലോയിഡ്സ് കൂടി ചേർന്നാൽ ഒരു അല്ലോ ടെട്രാപ്ലോയിഡ് ആണ് ഫോം ചെയ്യുക. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് പോളിപ്ലോയിഡ്
breeding. Polyploidy can be induced by colchicine treatment. നമ്മൾ പറഞ്ഞു ഇന്റർസ്പെസിഫിക് പ്രോസസ്സിലൂടെ സാധാരണ അല്ലോ പോളിപ്ലോയിഡ്സ് ഫോം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹൈബ്രിഡ്സ് മിക്കവാറും കേസിൽ സ്റ്റെറൈൽ ആയിരിക്കും. അതിന് കോൾച്ചിസിൻ ട്രീറ്റ്മെന്റ് വഴി ക്രോമസോംസ് ഡബിൾ ചെയ്യുമ്പോഴാണ് ഫെർട്ടൈൽ ഹൈബ്രിഡ്സ് ഫോം ചെയ്യാറുള്ളത്. കോൾച്ചിസിൻ is an alkaloid extracted from Colchicum autumnale, belongs to the family Liliaceae. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഡൗട്ടാണ്, അപ്പോൾ ഈ കോൾച്ചിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കലോയിഡ് ഈ പ്ലാന്റിൽ ക്രോമസോം നമ്പർ ഓട്ടോമാറ്റിക്കലി ഡബിൾ ചെയ്യാൻ കാരണമാവുന്നില്ലേ എന്നുള്ളത്. പക്ഷേ കോൾച്ചിക്കം ഓട്ടുംനെയിൽ ആൻറ്റി കോൾച്ചിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കെമിക്കൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അത് കോൾച്ചിസിൻ്റെ ഇഫക്റ്റിനെ സപ്രസ് ചെയ്യും. സോ ആ പ്ലാന്റിൽ മാത്രം അതെന്ത് ചെയ്യൂല, ക്രോമസോം ഡബ്ലിങ്ങിന് കാരണമാവില്ല. വേറെ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ക്രോമസോം ഡബ്ലിങ്ങിന് കോൾച്ചിസിൻ നമുക്ക് യൂസ് ചെയ്യാം. സോ കോൾച്ചിസിൻ യൂസ് ചെയ്തിട്ട് ക്രോമസോംസ് ഡബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ പോളിപ്ലോയിഡി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കോൾച്ചിപ്ലോയിഡി എന്ന് പറയാം. So colchicine induced polyploidy ആണ് കോൾച്ചിപ്ലോയിഡി. For effective induction of polyploidy, colchicine is applied in low concentration 0.01 to 0.5% colchicine ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കോൺസെൻട്രേഷൻ. 24 to 96 hours ആണ് സാധാരണ ട്രീറ്റ് ചെയ്യാറ്. ആൻഡ് ഇതെങ്ങനെയാണ് ക്രോമസോംസ് ഡബ്ലിങ്ങിന് കാരണമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹിബിറ്റ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഡ്യൂറിങ് മൈറ്റോസിസ്. മൈറ്റോസിസിൻ്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഫോർമേഷനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ എക്സാക്റ്റ് കോപ്പി ഫോം ചെയ്യുമ്പോൾ ക്രോമസോംസ് എന്ത് ചെയ്യും, ഡബിൾ ആവും. സോ ആ ഡബിൾ ആവുന്ന സമയത്ത് അതിനെ രണ്ട് പോൾസിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് എന്ത് ചെയ്യുക, വലിക്കുക. സോ ആ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഫോർമേഷനെ കോൾച്ചിസിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി മൾട്ടിപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോംസ് എന്ത് ചെയ്യൂല, സെപ്പറേറ്റ് ചെയ്യൂല. സോ ഒരു ക്രോമസോമിൽ എന്ത് ചെയ്യും, ക്രോമസോമിൻ്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലിക്കേഷന് ശേഷം സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്ത് രണ്ട് പോൾസിലേക്ക് അതിനെ പുഷ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ വലിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, രണ്ട് പോൾസിലേക്ക് ക്രോമസോംസ് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വാൾ ഫോർമേഷൻ നടന്ന് രണ്ട് സെൽസ് ആയിട്ട് മാറുള്ളൂ. പക്ഷേ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷന് കോൾച്ചിസിന് ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെപ്പറേഷൻ നടക്കില്ല. സോ ക്രോമസോംസിൻ്റെ നമ്പർ ഡബിൾ ചെയ്യും. ഹെൻസ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോംസ് ഡു നോട്ട് ലൈൻ അപ്പ് നോർ മൂവ് ടു ദി പോൾ. സോ പോളിലേക്ക് എന്ത് ചെയ്യൂല, ഈ ക്രോമസോംസ് മൂവ് ചെയ്യില്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ എൻക്ലോസിംഗ് ദ എൻറ്റയർ ക്രോമസോം എൻറ്റേഴ്സ് ഇൻ്റർഫേസ് ആൻഡ് ദ ഫോംഡ് ന്യൂക്ലിയസ് കണ്ടെയ്ൻ ഡബിൾ ദ നമ്പർ ഓഫ് ക്രോമസോം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോംസ് എന്ത് ചെയ്യൂല, രണ്ട് പോളിലേക്ക് മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ സെല്ലിൽ തന്നെ ഡബിൾ ചെയ്ത ക്രോമസോമും കൂടി പ്രസൻ്റ് ആവുന്നതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ഡബിളാണ് പിന്നീട് കാണാം നമ്മൾ കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ. കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഒരു പ്ലാന്റിലെ ക്രോമസോംസിന് ഡബിൾ ചെയ്യാൻ പറ്റും. സോ ഓട്ടോ പോളിപ്ലോയിഡിയാണ് സാധാരണ നമ്മൾ കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യാറ്. ഇനി എങ്ങനെയാണ് അല്ലോ പോളിപ്ലോയിഡി ചെയ്യാം? അല്ലോ പോളിപ്ലോയിഡ്സിനെ നമുക്ക് രണ്ട് സ്റ്റെപ്പിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന്, ഒരു ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ചെയ്യാം. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസിനെ ഹൈബ്രിഡൈസ് ചെയ്ത് F1 പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഈ F1-ലെ ക്രോമസോംസിനെ കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴി മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സ്പീഷീസിനെ ഹൈബ്രിഡൈസ് ചെയ്ത് ഫോം ചെയ്യുന്ന F1 മിക്കവാറും കേസിൽ സ്റ്റെറൈൽ ആയിരിക്കും. സോ ഈ സ്റ്റെറൈൽ ആവാൻ കാരണം അതിന് കൃത്യമായിട്ട് മെറ്റാഫേസിൽ പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ ആ ഒരു മെറ്റാഫേസിൽ പെയർ ചെയ്യാൻ വേണ്ടി കോൾച്ചിസിൻ കൊടുത്തിട്ട് അതിൻ്റെ ക്രോമസോംസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹൈബ്രിഡ്സ് പിന്നീട് ഫെർട്ടൈലായിട്ട് മാറും. ആൻഡ് അല്ലോ പോളിപ്ലോയിഡി വഴി ഒരുപാട് കൾട്ടിവാഴ്സ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലോ പോളിപ്ലോയിഡ്സ് വഴി. അതിന് എക്സാമ്പിളാണ് വീറ്റ്, ഓട്സ്, ടൊബാക്കോ എക്സെട്ര. ആർട്ടിഫിഷ്യൽ പോളിപ്ലോയിഡിക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് ട്രിറ്റിക്കയില. ട്രിറ്റിക്കയിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒരു സക്സസ്ഫുൾ ഇൻ്റർജനറിക് ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിളാണ്. ട്രിറ്റിക്കം എന്ന് പറഞ്ഞ ജീനസിലെ ഒരു സ്പീഷീസും സീക്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലെ ഒരു സ്പീഷീസും ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തി ഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ട്രിറ്റിക്കയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലേ?
ആൻഡ് ട്രിറ്റിക്കയിലിന് ബ്രീഡർ ഉദ്ദേശിച്ച ക്വാളിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ഹാർഡിനെസ് ഓഫ് ഫ്രൈയും അതുപോലെ ഗ്രെയിൻ ക്വാളിറ്റി ഓഫ് വീറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെട്രാപ്ലോയിഡ് ആണ് ട്രിറ്റിക്കം എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ്. അപ്പോൾ ഇതിൽ പല എക്സാമ്പിൾസ് നോക്കുമ്പോൾ ട്രിറ്റിക്കം ഡ്യൂറം, ട്രിറ്റിക്കം ടേർജിഡം, ട്രിറ്റിക്കം ഈസ്റ്റിവം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രിറ്റിക്കത്തിൻ്റെ സ്പീഷീസ് പേര് എഴുതുക കേട്ടോ. കാരണം ട്രിറ്റിക്കയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർ ജനറിക് ഹൈബ്രിഡിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ട്രിറ്റിക്കത്തിൻ്റെ പല സ്പീഷീസും സീക്കൽ സിറയിലുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ട്. സോ ഏത് സ്പീഷീസ് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ടെട്രാപ്ലോയിഡ് വീറ്റ് സീക്കൽ സിറയിലുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ട്രിറ്റിക്കം ഡ്യൂറം തന്നെ എഴുതണം. കാരണം ട്രിറ്റിക്കത്തിൻ്റെ ടെട്രാപ്ലോയിഡ് ട്രിറ്റിക്കം ഡ്യൂറമാണ്. സോ ടെട്രാപ്ലോയിഡ് വീറ്റ് ഇൻറ്റു സീക്കൽ സിറയിൽ എന്ന് പറയുന്ന സമയത്ത് ട്രിറ്റിക്കം ഡ്യൂറം ഇൻറ്റു സീക്കൽ സിറയിൽ എന്ന് എഴുതണം. സോ ട്രിറ്റിക്കത്തിൻ്റെ പ്ലോയിഡ് ഇവിടെ പറയുന്നത് ടെട്രാപ്ലോയിഡിയാണ്. സോ ടെട്രാപ്ലോയിഡ് ആയിട്ടുള്ള ട്രിറ്റിക്കും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സീക്കൽ സിറയിലും കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ടെട്രാപ്ലോയിഡ് നമ്പറാണ് 28, ഇതിൻ്റെ ഡിപ്ലോയിഡ് നമ്പറാണ് 14. സോ ഈ രണ്ട് പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒന്ന് മെയിൽ പാരൻറ്റും ഒന്ന് ഫീമെയിൽ പാരൻറ്റുമാണ്. സോ ട്രിറ്റിക്കമാണ് ഫീമെയിൽ പാരൻ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഗ്ഗിൽ ഈ ക്രോമസോം 28 ക്രോമസോമിൻ്റെ പകുതിയാണ് ഉണ്ടാവുക, അതായത് 14. സോ ടെട്രാപ്ലോയിഡിന്ന് 2 സെറ്റ് ഓഫ് ക്രോമസോമാണ് അതിൻ്റെ ഗമീറ്റ് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുക. ദെൻ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സീക്കൽ സിറയിൽ നിന്ന് 7 ക്രോമസോംസ് ആണ് ഹൈബ്രിഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഗമീറ്റിൽ ഉണ്ടാവുക. സോ ഈ 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21 ക്രോമസോംസ് ആണ് കിട്ടുക അല്ലേ. അതായത് ടെട്രാപ്ലോയിഡ് ആയിട്ടുള്ള ട്രിറ്റിക്കത്തിന് 28 ക്രോമസോംസ്, അതിൻ്റെ ഗമീറ്റിൽ 14 ഉണ്ടാവുക. അതായത് ഒരു ഡിപ്ലോയിഡ് സെറ്റ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. സീക്കൽ സിറയിൽ ഡിപ്ലോയിഡ് ആണ്. സോ അതിൻ്റെ ഒരു N മാത്രമേ കൂടെ വരുള്ളൂ, അത് 7 ആണ്. സോ ഇതിന് ടോട്ടൽ 21 ക്രോമസോം ഉണ്ടാവും. ഈ ട്രിറ്റിക്കത്തുനിന്ന് 2 സെറ്റും സീക്കൽ സിറയിൽ നിന്ന് 1 സെറ്റും ക്രോമസോം വന്ന് ഫോം ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് F1 ഹൈബ്രിഡ് എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് ആയിരിക്കും. ട്രിപ്ലോയിഡ്. ആൻഡ് ഈ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള F1 ഉണ്ടല്ലോ, അത് സ്റ്റെറൈലായിരിക്കും. കാരണം ഈ സീക്കൽ സിറയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്രോമസോമിന് ആരുമായിട്ട് പെയർ ചെയ്യാൻ കഴിയില്ല. സോ അത് പെയർ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിരിക്കൂല ഈ F1 പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ ഫോം ചെയ്ത ഈ സ്റ്റെറൈൽ ഹൈബ്രിഡിന് കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ട്രിപ്ലോയിഡ് ആണിത് അല്ലേ. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്ലോയിഡ് ട്രിപ്ലോയിഡ് ആണ്. സോ അത് ഹെക്സാപ്ലോയിഡ് ആയിട്ട് മാറും. ഈ ട്രിപ്ലോയിഡിലെ ഓരോ സെറ്റും എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുന്നത് വഴി എല്ലാവർക്കും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരു സെറ്റ് ഫോം ചെയ്യും. സോ ഹെക്സാപ്ലോയിഡ് ആണ്. ആൻഡ് ആ ഹെക്സാപ്ലോയിഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ് ട്രിറ്റിക്കയിൽ എന്ന് പറഞ്ഞത്. സോ ഈ ഇന്റർ ജനറിക് ഹൈബ്രിഡൈസേഷൻ ട്രിറ്റിക്കും സീക്കൽ സിറയിലും ചെയ്തപ്പോൾ ഫോം ചെയ്ത F1 അത് കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴി അതിൻ്റെ ക്രോമസോംസ് ഡബിൾ ചെയ്തപ്പോൾ ട്രിറ്റിക്കയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹെക്സാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഫോം ചെയ്തു. അതിൻ്റെ പ്ലോയിഡ് ഹെക്സാപ്ലോയിഡ് ആണ്. അതൊരു അല്ലോ പോളിപ്ലോയിഡിക്ക് എക്സാമ്പിൾ ആണ്. കാരണം ട്രിറ്റിക്കും സീക്കൽ സിറയിലും കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്തത്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓട്ടോ പോളിപ്ലോയിഡ്സും അല്ലോ പോളിപ്ലോയിഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓട്ടോ പോളിപ്ലോയിഡ്സിൽ ട്രിപ്ലോയിഡ്സും ടെട്രാപ്ലോയിഡ്സും ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ വളരെ കുറച്ച് മാത്രം. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പ്ലോയിഡ് കൂടും തോറും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി പുതിയ പ്രോജനീസ് ഫോം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയേ നടക്കുള്ളൂ. നമ്മൾ കട്ടിങ്സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനൊക്കെ വഴി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി ആ സ്പീഷീസിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മിയോസിസിൽ അബ്നോർമാലിറ്റീസ് വന്ന് പ്രോജനീസിൽ പ്രശ്നങ്ങൾ വരും. സോ വളരെ കുറച്ച് മാത്രമാണ് ഓട്ടോ പോളിപ്ലോയിഡ്സിനെ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് കിട്ടണമെങ്കിൽ ടെട്രാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പാരൻറ്റും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെയിൽ പാരൻറ്റും കൂടെ ക്രോസ് ചെയ്യണം.
ആ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ട്രിറ്റിക്കൈലിൻ്റെ എക്സാമ്പിൾ കണ്ടു. അതിൽ ട്രിറ്റിക്കം ടെട്രാപ്ലോയിഡ് ആയിരുന്നു, സീക്കൽസിറൈ ഡിപ്ലോയിഡ് ആയിരുന്നു. ഫോം ചെയ്ത ഹൈബ്രിഡ് ട്രിപ്ലോയിഡ് ആയിരുന്നു. അത് സ്റ്റിറൈൽ ആയിരുന്നു. കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് നമ്മൾ അതിനെ ഹെക്സാപ്ലോയിഡ് ആക്കി മാറ്റിയത്. സോ ഒരു ട്രിപ്ലോയിഡ് കിട്ടാൻ വേണ്ടിയിട്ട് ടെട്രാപ്ലോയിഡും ഡിപ്ലോയിഡും ആണ് ക്രോസ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഒരുപാട് സ്പീഷീസ് ഇപ്പോൾ ഓട്ടോ ട്രിപ്ലോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രിപ്ലോയിഡ് ഷുഗർ ബീറ്റ്, നമ്മളെ ബീട്രൂട്ട് ആണ്. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഷുഗർ ബീറ്റിന് ഡിപ്ലോയിഡ് ഷുഗർ ബീറ്റ് എന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ലാർജ് റൂട്ട്സാണ്. ലാർജ് റൂട്ട്സ് എന്ന് പറയുമ്പം ലാർജ് ബീട്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് കണ്ടന്റും കൂടും. ട്രിപ്ലോയിഡ് വാട്ടർമെലൺ, നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർമെലണൊക്കെ മിക്കവാറും ട്രിപ്ലോയിഡാണ്. നമുക്ക് കിട്ടുന്ന വാട്ടർമെലൺസ് ഒക്കെ സീഡ്ലെസ് അല്ലെങ്കിൽ റുഡിമെൻ്ററി സീഡ്സ് ഉള്ളതാണ്. സോ ഇതൊക്കെ ട്രിപ്ലോയിഡ്സ് ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണാൻ പറ്റുന്നത്. അല്ലോപോളിപ്ലോയിഡ്സിന് മെയിനായിട്ടും 4 യൂസസ് ഉള്ളത്. ഒന്ന്, ട്രേസിംഗ് ഓഫ് ഒറിജിൻ ഓഫ് അല്ലോപോളിപ്ലോയിഡ്സ്. ഇപ്പോൾ ട്രിറ്റിക്കം ഈസ്റ്റിവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഹെക്സാപ്ലോയിഡ് വീറ്റ് വന്നിട്ടുള്ളത് ട്രിറ്റിക്കം മോണോകോക്കത്ത് നിന്നാണ്. സോ നമ്മൾ ക്രോമസോംസിനെ ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും ഇത് ഏതെന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന്. സോ അങ്ങനെ ഒറിജിൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലോപോളിപ്ലോയിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ഇൻ പ്രൊഡ്യൂസിങ് ന്യൂ സ്പീഷീസ്. പുതിയ ഒരു സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലോപോളിപ്ലോയിഡ്സ് യൂസ് ചെയ്യാം, നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ വഴി. ഇൻ ഇന്റർ സ്പെസിഫിക് ജീൻ ട്രാൻസ്ഫർ, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിൽ ജീൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പീഷീസിലുള്ള ഒരു പെർട്ടിക്കുലർ ജീന് വേറൊരു സ്പീഷീസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലോപോളിപ്ലോയിഡ് ചെയ്യാം. ഇൻ ഫോമിങ് എ ബ്രിഡ്ജിങ് സ്പീഷീസ്. ബ്രിഡ്ജിങ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഹൈബ്രിഡൈസേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ജീൻസിനെ വേറെ 2 സ്പീഷീസിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ഫോം ചെയ്ത F1 എന്ന് ട്രാൻസ്ഫർ ചെയ്യാം. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയും അല്ലോപോളിപ്ലോയിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ്. മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ പ്ലോയിഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സീഡ്സോ അല്ലെങ്കിൽ ഹൈബ്രിഡ്സ് ഫെർട്ടൈൽ ഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞത് വളരെ റിസ്കിയാണ്. സോ അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലാണ് പോളിപ്ലോയിഡി ബ്രീഡിംഗ് സാധാരണ ചെയ്യാറ്. മെയിൻ്റനൻസ് ഓഫ് മോണോപ്ലോയിഡ്സ് ആൻഡ് ട്രിപ്ലോയിഡ്സ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. നമ്മൾ ആദ്യം പറഞ്ഞു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ അൺഡിസൈറബിൾ ക്യാരക്ടേഴ്സ് മേ ഒക്കർ ഇൻ പ്രോജനി. ഇപ്പം ട്രിറ്റിക്കൈലിൻ്റെ കേസ് ഒരു സക്സസ്ഫുൾ ഇന്റർജനറിക് ഹൈബ്രിഡൈസേഷനാണ്. പക്ഷെ നമ്മൾ റഫാനോ ബ്രാസിക്ക കണ്ടു അല്ലേ? സോ ഇങ്ങനെ അൺഡിസൈറബിൾ ക്യാരക്ടേഴ്സ് പ്രോജനീസിൽ ഉണ്ടാവും. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ആയിക്കോളണം എന്നില്ല കിട്ടുക. Induced polyploids has defects such as low fertility, genetic instability, low growth rate, late maturity, etc. നമ്മൾ പോളിപ്ലോയിഡ്സിൻ്റെ അഡ്വാൻറ്റേജസാണ് പറഞ്ഞത്. പക്ഷെ ചില സമയത്ത് പോളിപ്ലോയിഡ്സിന് അഗ്രോണമിക് ക്യാരക്ടേഴ്സ് ഭയങ്കര എന്താ പറയുക ഡിഫക്റ്റഡ് ആയിട്ടുള്ള അഗ്രോണമിക് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, ലോ ഫെർട്ടിലിറ്റി അങ്ങനെയൊക്കെ. ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് ന്യൂ സ്പീഷീസ് ത്രൂ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞത് വെരി ലോ ആണ്. ഒരു പുതിയ സ്പീഷീസ് പോളിപ്ലോയിഡി ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് റിസ്ക് ആണ്. വളരെ ലോ കോൺസെൻട്രേഷനിലേ അത് പോസിബിൾ ആവും. താങ്ക് യു.